പാല് അവിടെ വെച്ചേക്ക്. പൊയ്ക്കോളൂ. മാഡത്തിന് സുഖമില്ലേ? ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? എന്ത് പ്രശ്നം? കല്യാണി പൊയ്ക്കോളൂ, എനിക്കൊന്ന് ഉറങ്ങണം. പണക്കൊഴുപ്പും അഹങ്കാരവും ആണിനനുസരിക്കാത്ത ഈ മനോഭാവമാണ് നിന്നെ ഞാൻ വെറുക്കാൻ കാരണം. പക്ഷേ നിന്നെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അത് വെറും വാക്കല്ല, അരവിന്ദ് പാലിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ വാക്കാ. കടികൊടു നിങ്ങൾ പോവോ? ഞാൻ പോവും. എങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ എന്റെ ശവം ചുമപ്പിക്കും. ഞാൻ കാണിച്ചു തരാം. മാഡം, എന്റെ ഈശ്വര, വല്ലുഞ്ഞേ, എന്താ കല്യാണി? വേഗം ഒന്ന് വരുമോ? നന്ദന മാഡം ഒരു അബദ്ധം കാണിച്ചെന്ന് തോന്നണേ. അബദ്ധോ? ആ അതെ, ഓവർഡോസ് ഉറക്ക ഗുളിക കഴിച്ചതായിട്ട് എനിക്കൊരു സംശയം. അരവിന്ദ് ഇവിടെ? അവര് തമ്മിൽ വഴക്കായി. അനിയും കുഞ്ഞ് പുറത്തേക്ക് പോയി. ഒന്ന് വേഗം വാ.
ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നന്ദന, നന്ദന, മാഡം, ഏയ് നന്ദന, നന്ദന കണ്ണു തുറക്ക്. നന്ദന, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. നീ ഡോറും അടയ്ക്ക്, ആരും കാണണ്ട. നന്ദന, നന്ദന. ആ ബ്രോ, ഡാ, നീ എവിടെയാ ഉള്ളത്? ഞാൻ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലാ. ആ, നീ അവിടെ തന്നെ നിന്നാ മതി, ഞങ്ങൾ അങ്ങോട്ട് വരിക. എന്താ ബ്രോ? നന്ദന ഉറക്ക ഗുളിക കഴിച്ചതായിട്ടൊരു സംശയമുണ്ട്. എന്താ? പേടിക്കണ്ട, തൽക്കാലം അച്ഛനും അമ്മയും ഇത് അറിയണ്ട. ഞങ്ങൾ ഉടനെ വരും. ഹലോ ബ്രോ, ഹലോ. എന്താകില്ലേ ഒരു കൺഫ്യൂഷൻ? ഒരു മാർക്കറ്റിംഗ് മാറ്ററാ. ഇത് മെയിൻറ്റെയിൻ ചെയ്തത് നന്ദനയാ. ആ, അവളെ വിളിച്ച് ക്ലിയർ ചെയ്യാം. അമ്മയാ? എന്താ? അവളെ എടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. അത് വേണ്ട അഖില, ഒരു കാര്യം ചെയ്യല്ലേ, ഞാൻ പോയി വിളിക്കാം. നന്ദനെ, അരവിന്ദ്, ശരിയായി കൃഷ്ണേട്ടാ. നന്ദനെ, കൃഷ്ണേട്ടാ, വിളി കേൾക്കുന്നില്ല. ഓ, ഉറക്കമായി കാണും. വിളിക്കണ്ട, എന്റെ പ്രോബ്ലം ശരിയായി. ഓ, പാതിരയ്ക്ക് ഇണക്കിളികൾ രണ്ടും കൂടി ഊരു ചുറ്റാനിറങ്ങിയോ? കല്യാണി, നന്ദന ഉറക്ക ഗുളിയെ കഴിച്ചു എന്നങ്ങാനും അറിഞ്ഞ അത് മതി, പിന്നെ അപവാദങ്ങൾ പരക്കാൻ. നന്ദന ഉറക്ക ഗുളിക കഴിച്ചോ? എന്തായാലും ഇവരുടെ മാത്രം ഫോട്ടോ ക്യാമറയിൽ പകർത്തിയേക്കാം. പാതിരാ പ്രണയം ഒരു തുടർക്കഥ എന്ന പേരും കൊടുക്കാം.
ഗംഗേ, ആ ആന്റി ആന്റി ഉറങ്ങിയില്ലേ? ഉറക്കം. അതാ അടുക്കളക്കാരിയെ ഇവിടെ നിന്നും പുറത്താക്കി ചാണകവെള്ളം തളിച്ച ശേഷമേ ഉള്ളൂ. അതിനുശേഷം ഈ വിലാസിനിക്ക് ഉറക്കം കിട്ടുള്ളൂ. അവളെ ഈ തൃച്ചംബരത്തെന്നല്ല, ഈ ഭൂമിയെ പറഞ്ഞുവിടാൻ നമ്മൾ എത്ര പ്രാവശ്യം ശ്രമിച്ചതാണ് ആന്റി. ഓരോ തവണയും അവള് നമ്മളെ വിഡ്ഢികളാക്കി രക്ഷപ്പെടുകയല്ലേ. ടെൻഷൻ വേണ്ട ഗംഗേ. ഇത്രയും നാളും അവള് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ അവള് കുടുങ്ങും. അവൾക്കുള്ള കെണി അവൾ തന്നെ ഒരുക്കി കഴിഞ്ഞു. ആന്റി എന്തൊക്കെയാ പറയുന്നത്? നമ്മള് പ്ലാൻ ചെയ്യാതെ തന്നെ കല്യാണി കുടുങ്ങുമെന്നോ? എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ അത് നീ കണ്ടു മനസ്സിലാക്ക്. ദേ നോക്ക്. ഈ സമയത്ത് രണ്ടുപേരും കൂടി ഇതെങ്ങോട്ടാ ആന്റി? ഇത് കണ്ടിട്ട് നിനക്ക് എന്തായിട്ടാ തോന്നിയത്? എന്ത് തോന്നാൻ? രണ്ടെണ്ണം കൂടി എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചോണ്ടുള്ള പോക്ക. ഇതങ്ങനെ വിടാൻ പാടില്ല ആന്റി. ഇപ്പൊ തന്നെ ഈ വീഡിയോ അഖിലാന്റിയെ കാണിക്കണം. നാഴികയ്ക്ക് 40 വട്ടം തൃച്ചംബരത്തിന്റെ പ്രൗഢി അന്തസ്സും പറയുന്ന അഖിലാന്റി തന്നെ ഇതിനൊരു തീരുമാനമാക്കട്ടെ. ഗംഗേ, ഈ എടുത്തുചാട്ടം നന്നല്ല. ആനന്ദം കല്യാണിയും ഈ അർദ്ധരാത്രിയിൽ ആരും കാണാതെ കാറിൽ കയറി പോയത് അവരുടെ സന്തോഷത്തിനല്ല, ഈ തൃച്ചംബരത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടാ. ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഇവർ ഈ കാണിക്കുന്ന കാര്യം കൊണ്ടല്ലേ നാളെ തൃച്ചംബരത്തിന്റെ അഭിമാനം തകർന്നടിയാൻ പോകുന്നത്. ഗംഗേ, ഈ വീഡിയോ കാണുന്നവർക്ക് ആനന്ദം കല്യാണിയും ഒളിച്ചെങ്ങോട്ടോ പോകുന്നത് പോലെയല്ലേ തോന്നിയത്? അതെ, അത് തന്നെ. ഹാ. ഇതങ്ങനെ ഒരു ഫീൽ തോന്നാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം എടുത്തതാ. കാറിനകത്ത് അബോധാവസ്ഥയിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആര്? നന്ദന. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ രണ്ടാളും കൂടി അർദ്ധരാത്രിയിൽ കാറും എടുത്തിട്ട് പോയത്. ഏ, നന്ദനക്ക് എന്തു പറ്റി? അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാകാനാണ് സാധ്യത. തൃച്ചംബരത്തിന്റെ മാനം രക്ഷിക്കാൻ അഖില പോലും അറിയാതെ നന്ദനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ രംഗോ നീ കണ്ടത്. അപ്പോ ഈ വീഡിയോ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ആന്റി ആ അടുക്കളക്കാരി കെണിയിൽപ്പെട്ടെന്നൊക്കെ പറഞ്ഞതോ? ഇതിപ്പോ അഖിലയെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് വെച്ച് മറ്റൊരു കളിയുണ്ട്. എന്ത് കളി? പറയാം, കേട്ടോ. സൂപ്പർ ആന്റി. ഇപ്പൊ മനസ്സിലായി, വെറുതെ അല്ല ശകുനി മന്ദര വിശേഷണമെന്ന്. നാളത്തെ സൂര്യോദയം അടുക്കളക്കാരിക്ക് സമ്മാനിക്കുന്നത് തീരാ നഷ്ടമായിരിക്കും. ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം.
അരവിന്ദ്, നീ അകത്ത് കയറി ആരെങ്കിലും ഉണ്ടോ നോക്ക്. മാഡം വാ ഇറങ്ങ. അവിടെ ആരുമില്ല ബ്രോ. വാ. ഉറങ്ങിക്കോ. വിലുഞ്ഞേ, എന്നാ ഞാനിനി പൊയ്ക്കോട്ടെ. ഞാൻ കൊണ്ടാക്കണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. കല്യാണി, താങ്ക്സ്. താങ്ക്സ് അലോട്ട്. എരിവേനൽ ചൂടുരുകിടും പീഡയും വെൺപ്രാവേ നീ മിഴിനീരിൽ മിഴിനീരിൽ നനയും അരുതേ അരുതേ പകലേ നീ പല കുറിമാഞ്ഞിൽ